السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين. اللهم وجهنا وجه من تعلق بنا، اللهم وفقنا وفق من تعلق بنا للحج والعمرة يا أرحم الراحمين يا أرحم الراحمين مع الصحة والعافية والسلامة يا أرحم الراحمين. اللهم وفقنا للحج والعمرة وزيارة روضة نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم مع الصحة والعافية والسلامة يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. ബഹുമാനമുള്ള ഹജ്ജ് പഠന ക്ലാസ്സിലെ എൻ്റെ വേണ്ടപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഹജ്ജ് പഠനത്തിൻ്റെ ഒരു തുടക്കം നാം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചുരുക്കത്തിൽ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ മക്ക നഗരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. കഅബ ഷരീഫിനെ കുറിച്ച് പറയാനുണ്ട്, ഹജറുൽ അസ്വദിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇബ്രാഹിം മഖാമിനെ കുറിച്ച് പറയാനുണ്ട്, റുക്കനുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, കഅബയുടെ വാതിലിനെ കുറിച്ച് പഠിക്കാനുണ്ട്, മീസാബിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഹജർ ഇസ്മായിലിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അതിലിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ്. അതേക്കുറിച്ചൊന്നും സ്പർശിച്ചിട്ടില്ല. പക്ഷേ അതിലും സുപ്രധാനമായിട്ട് എനിക്ക് തോന്നി, നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഹജ്ജിന്റെ മാസമായതുകൊണ്ട് ആദ്യ ഭാഗങ്ങൾ നമ്മുടെ മസ്അലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ സഞ്ചരിച്ചു പോവാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഓരോന്നിന്റെ ഫളായിലുകൾ നമുക്ക് പറയാം. ഏകദേശം 3000 ചില്ലാനം വരുന്ന പേജുകളെ കൊണ്ടൊക്കെ നിറക്കപ്പെട്ട ഹജ്ജിന്റെയും കഅബയുടെയും അതുപോലെ തന്നെ പിന്നെ മക്കയുടെയൊക്കെ വിശദീകരണങ്ങൾ വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥങ്ങളിലൂടെയുള്ള വിശദീകരണങ്ങൾ മുഴുവനും കൂടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഈ മസ്അലപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സ്പർശിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. എന്നതുകൊണ്ട് ആദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് അതും കൂടി സംസാരിക്കാം. ഇടയിൽ കിട്ടുന്ന സമയങ്ങളിലെല്ലാം കുറച്ചൊക്കെ നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും അതിൻ്റെ ആ സഞ്ചാരപഥം നല്ല നിലയിൽ പോകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ 1-2 ഹദീസുകൾ ഇതിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തബറക്കിന് വേണ്ടി നമുക്ക് 1-2 ഹദീസ് ദിവസവും കേൾക്കുന്നതും ഉത്തമമാണല്ലോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജലില്ല. നോക്കണം, മൻ ഒരാള്, അത് ആണായാലും പെണ്ണായാലും കുട്ടിയായാലും ആരാണെങ്കിലും, അതായത് ഹുൻസയായാലും തിരിച്ചറിയാത്ത ആരാണെങ്കിലും, മൻ ഹജ്ജലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്തു. അതാണ് ഇതിന്റെ മർമ്മം. അവിടെയാണ് അള്ളാഹുക്ക് വേണ്ടിയാണ്. ഞാൻ ഫസ്റ്റ് ദിവസം പറഞ്ഞതുപോലെ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ കരുത്ത്, ആ ശക്തമായ ആ തീരുമാനം, ആ എഴുത്തിക്കാത്, ആ ഉറപ്പ്, ആ അചഞ്ചലമായ വിശ്വാസത്തിന്റെ രേഖ, അത് അള്ളാഹുലേക്കാണ് എന്ന അള്ളാഹുവിന്റെ കൽപ്പനക്ക്, ആജ്ഞക്ക് വഴിപ്പെടുകയാണ് എന്ന് നാം ഓർത്തിരിക്കണം. കാരണം അതായിരുന്നല്ലോ ഇബ്രാഹിം നബി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പിടിച്ച് പ്രവാചകൻ വരെ വന്ന എല്ലാ പ്രവാചകന്മാരുടെയും മാർഗരേഖ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള സത്യപാന്താവ്. അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുന്ന ആ സത്യമായ രീതി, അസത്യമായ വഴി, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ അവിടെ വന്നത് മൻ ഹജ്ജലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. എന്തൊരു വാക്ക് അല്ലെ! മൻ ഒരാള്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ ഹുൻസയാവട്ടെ ആരാവട്ടെ, ഹജ്ജലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യും. ഫലം യർഫസ് വലം യഫ്സുഖ്. അവിടെയാണ് ഫലം യർഫസ്, അവൻ റഫസ് ചെയ്തില്ല. റഫസിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന്, ഫലം യർഫസ് എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്തി അട്ടഹാസങ്ങളോ കോലാഹലങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല, അതൊരർത്ഥമാണ്. ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കില്ല, പരസ്പരം അങ്ങും ഇങ്ങും സംസാരിച്ചുകൊണ്ട് തെറ്റുകയോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ല. അത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സന്ദർഭവും ഘട്ടവുമാണ് ഹജ്ജിന്റെ വേള. ആർക്കും ആരെയും വേണ്ടതുപോലെ പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു അർത്ഥതലമാണ് ഫലം യർഫുസ്, അവൻ റഫ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അട്ടഹാസങ്ങള്, കോലാഹലങ്ങള്, ചിത്രതകള്, അനൈക്യങ്ങള്, ഇഖ്തിലാഫാത്തുകൾ ഒന്നും ഉണ്ടാക്കിയില്ല. ഇനിയും അർത്ഥം കാണുന്നു ഫലം യർഫസ് എന്നത്
ജിമാഇന്റെ ഒരു മറ്റൊരു പദമാണ് എന്ന് കാണുന്നുണ്ട്. ജിമാ എന്ന് പറഞ്ഞാൽ സംയോഗം ചെയ്യുക, അപ്പോൾ ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടൽ, അതാണ് എന്ന് കാണുന്നു. മറ്റൊരു അർത്ഥം കാണുന്നത് ഇത്തിയാനു നിസ എന്നാണ്, പെണ്ണുങ്ങളെ അടുത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ള ആ സമ്പർക്കത്തിന്റെ വശങ്ങളെ കൂടുതലാക്കുക. അതായത് ഹജ്ജിനൊപ്പം പോകുമ്പോൾ കാണലും പിടിക്കലും കൂടലും അതല്ല, അതിന്റെയും അപ്പുറത്തേക്കുള്ള ഒരു ബന്ധം, ഒരു ഇസ്തിംതാഇന്റെ ബന്ധം ഉണ്ടാക്കുക എന്നും കൂടി കാണുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ല. വലം യഫ്സുഖ്, വലം യഫ്സുഖ്, അവൻ ഫിസ്കിയത്ത് ഉണ്ടാക്കിയില്ല. അതായത് അവന്റെ ജീവിതത്തിൽ ഹജ്ജിന്റെ വേളയിൽ ഒരിക്കലും ഫിസ്ക് എന്ന് പറയാൻ പറ്റുന്ന, അതായത് ഫിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പച്ച മലയാളം പറയുമ്പോൾ എന്താണ്, തമ്മാടിത്തം എന്നൊക്കെയാണ് പറയാ. അതായത് ഇസ്ലാമികമായിട്ട് ഇസ്ലാം അനുശാസിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ എന്താവും വഴുതുക. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്നും വന്നില്ല. അതായത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഇരുത്തം കൊണ്ടോ ഉറക്കുകൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രധാരണയിലെ വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റ് എന്തെന്നെ ആവട്ടെ, ആ വിഷയങ്ങളിൽ ഒന്നും എന്തുണ്ടായിട്ടില്ല. ഇസ്ലാമിന് അംഗീകരിക്കപ്പെടാൻ പറ്റാത്തൊരു വിഷയം അവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ റജഅ, ആ ഹജ്ജിൽ നിന്ന് അവൻ മടങ്ങുന്നു. ഖയൗമ വലത്തഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ മടങ്ങുന്നു എന്ന്. മുത്തഫഖുൻ അലൈഹി. ഇത് ഈ ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമ, ഒരു ഉംറ മുതൽ മറ്റേ ഉംറ ചെയ്യുന്നത് വരെ അതിന്റെ ഇടയിലുള്ള മറ്റുള്ള ചെറുദോഷങ്ങൾക്കെല്ലാം അത് കഫാറയാണ്, അതിന് അത് പരിഹാരമായി. അതുപോലെ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാ ലിസ, മബ്റൂറായ അള്ളാഹ്ക്ക് സ്വീകാര്യമായ ഒരു ഹജ്ജ് ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ അതിന്റെ പ്രതിഫലം ഇല്ലൽ ജന്ന, സ്വർഗം തന്നെയാണ്, മറ്റൊന്നുമില്ല. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും തങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ നമ്മൾ ഹജ്ജിന്റെ ഭാഗമായിട്ട് വിശദീകരിക്കപ്പെട്ടപ്പോൾ എത്തിയത് മതകീർത്തനയുള്ള ഒരാൾക്കാണ് ഇത് നിർബന്ധമാകുന്നത്, ഹജ്ജ്. അപ്പോൾ അതിന്റെ 4ാമത്തെ നിബന്ധനയിലേക്ക് വന്നു. അതായത് മുക്കല്ലഫായിരിക്കണം, അതുപോലെ തന്നെ ബാലിഗ് പ്രായപൂർത്തിയായ ആളായിരിക്കണം, ആഖിലായിരിക്കണം, അപ്പോൾ സ്വതന്ത്രനുമായിരിക്കണം. അപ്പോൾ ഈ മൂന്നും നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ 4ാമത്തെ ഷർത്ത് പറയുന്നത് മുസ്തതിഅൻ, ഹജ്ജിന് കഴിവുള്ള ആളായിരിക്കണം. ഇത് 4ാമത്തെ നിബന്ധനയാണ്. അപ്പൊ ഇസ്തിതാഅത്ത് വേണം എന്നത് മനസ്സിലായത് എവിടെ നിന്നാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ ഇതിനെ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇസ്തിതാഅത്തി എന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണത്തിന്റെ മേലും വാഹനത്തിന്റെ മേലും കഴിവുള്ളവനായിരിക്കുക എന്നതാണ്. അവന് പോയി വരാനുള്ള വാഹനം വേണം, അതുപോലെ തന്നെ അതിനുള്ള ഭക്ഷണവും വേണം എന്നതാണ് അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന് വിശദീകരണം തന്നത് എന്ന് കാണാൻ സാധിക്കും. പിന്നെ അവന്റെ വഴി നിർഭയമായതായിരിക്കണം എന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഫിഖ്ഹ് നമുക്ക് തരുന്നൊരു പാഠമുണ്ട്. ഇസ്തിതാഅത്ത് എന്നത് 2 ഇനമാണ്, 2 വിഭാഗമാണ്, 2 ഇനമുണ്ട്. ഒന്ന്, അതിന്റെ പദം എങ്ങനെയാണ്, അതിന്റെ ഇബാറത്ത് എങ്ങനെയാണ്? ഇസ്തിതാഅത്തു മുബാശറത്തുൻ ആണ്. മുബാശറ, നമുക്ക് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇസ്തിതാഅത്ത്. അതിന് ഇസ്തിതാഅത്തും ബിൽ ബദൻ എന്ന് പറയാം, വൽ മാല്, സമ്പത്തിനോടും ശരീരത്തിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഴിവ്. അതിന് 11 ഷർത്തുണ്ട്. മനസ്സിലാവുണ്ടാവും അല്ലേ? അതായത് നമ്മളെ ശരീരത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇസ്തിതാഅത്ത്, അതിന് കഴിവുണ്ടാവുക എന്നാണ്. അത് 11 ഷർത്തുകളെ കൊണ്ടാണ് അതിനെ വിശദീകരിക്കപ്പെട്ടത് നമ്മുടെ ഫുഖഹാ. അത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് കലാമ്, അതായത് മുസന്നിഫിന്റെ നമ്മുടെ ഈ ഇബാറത്തുകളിൽ നിന്ന് ഫത്ഹുൽ മുഈനിന്റെ ഒക്കെ ഇബാറത്തുകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതിൽ ഒന്ന് വുജൂദ് മുഅ്നിസ് സഫരി ദഹാബും വ ഇയാബ എന്നാണ്. പോയി വരാനുള്ള യാത്രയുടെ ചെലവ് ഉണ്ടായിരിക്കുക, അതിനുള്ള കഴിവ്, അതിനുള്ള കാശ് ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പോൾ ഈ കാശ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്പത്ത് നമ്മൾക്കുണ്ടായിരിക്കുക. അപ്പൊ ആ സമ്പത്ത് ഏതായിരിക്കണം? അത് ഹലാലായതേ ആവാൻ പറ്റൂ. മറ്റെന്തെങ്കിലും മിക്സ് ഉള്ളതാണെങ്കിൽ ആ ഹജ്ജ് ഒരു കാരണവശാലും മബ്റൂറും മഖ്ബൂലും ആവുകയില്ല. മാത്രമല്ല, ഹറാമായ പൈസ കൊണ്ട് പോയിട്ട് അവിടെ നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന്
തൽബിയത്ത് ചൊല്ലുന്നു എങ്കിൽ ആ തൽബിയത്തിന് നമുക്ക് അവിടുന്ന് മലക്കുകൾ മറുപടി തരുന്നുണ്ട്. ലബ്ബൈക വസഅദൈക്, നീ വിജയിച്ചിട്ടുണ്ട് മോനെ എന്ന വിളിയാളം കിട്ടുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നല്ല ഹലാലായ സമ്പത്താണെങ്കിലും. ഹലാലായ സമ്പത്തല്ല എങ്കിൽ അവിടുന്ന് വിളിയാളം കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ ലാ സഅദൈക വല ലബ്ബൈക, നിന്റെ പിന്നെ ലബ്ബൈക്കും വേണ്ട, നീ വിജയവുമായിട്ടുള്ള എന്നുള്ള വിളിയാളവും കേൾക്കുന്നു എന്നാണ്. അപ്പോ അതിന്റെ ചെലവ് വേണമെന്ന് പറയുമ്പോൾ ഹലാലായത് വേണം. ഇനി ഹലാലായത് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഒരാൾക്ക് കടങ്ങളോ കടബാധ്യതകളോ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ചെയ്യാൻ പറ്റും. വാസ്തവത്തിൽ അവന് മറ്റ് കാശുകളെ കൊണ്ട് അത് വീട്ടാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഫാക്ടറിയോ വീടോ കെട്ടിടമോ വാഹനമോ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഹജ്ജിന് പോകുമ്പോൾ അത് മറ്റൊരാളോട് ഉത്തരവാദിത്തപ്പെടുത്തി പറയണം, എനിക്കിങ്ങനെ കടമുണ്ട്, അത് ഞാൻ വന്നിട്ടില്ല എങ്കിൽ ഇങ്ങനെ വീട്ടണമെന്ന്. അതാണ് അവിടെ ചെയ്യേണ്ടത്. അതേസമയത്ത് ഒരു ഫക്കീറായ ഒരു മനുഷ്യനാണ്, ദരിദ്രനാണ്, ഒരു കാശുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അയൽവക്കത്തും നാട്ടിലുമായിട്ട് ഒരുപാട് ധനാഢ്യരുണ്ട്. ആ ധനാഢ്യർക്ക് സക്കാത്ത് കൊടുക്കാൻ അർഹരായവരാണ്. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാം? ഹജ്ജിന് ആഗ്രഹം വരുമ്പോൾ അവരെടുത്ത് പോയിട്ട് എൻ്റെ സക്കാത്തിന്റെ കാശ് താ എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ആ കാശ് സ്വരൂപിച്ചു കൊണ്ടിട്ട് അവനക്ക് എന്ത് ചെയ്യാം? ഹജ്ജിന് പോകാം. അതും ഹലാലാണ്. അപ്പോൾ അതുണ്ടായിരിക്കണം എന്നതാണ്. ഇനി രണ്ടാമത്തെ ഷർത്ത് വുജൂദു റാഹില എന്നാണ്. അതുപോലെ തന്നെ മഅ വുജൂദി ഷഖ് മഹ്മലിൻ ലിമൻ ലാ യഖ്ദിറു അല റാഹിലത്തി എന്നാണ്. അതായത് നമുക്കും നമ്മളുടെ ചരക്കുകളൊക്കെ വഹിച്ചു കൊണ്ടുപോയി അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വാഹനം ഉണ്ടായിരിക്കണം. അതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ കൂടുതൽ ചിന്തിക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. നമ്മൾ ഫ്ലൈറ്റിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ വാഹനങ്ങളിലാണ്. അപ്പൊ അതൊന്നും ഉണ്ട്. അപ്പൊ അതും ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് പറയുന്നത് അമ്നു ത്വരീഖ് എന്നാണ്. വഴി നിർഭയമായിരിക്കണം. അതായത് വഴിയിൽ കൊള്ളക്കാരോ ശത്രുക്കളോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിരുദ്ധരോ ഒക്കെ ഉണ്ടായി സാമൂഹ്യ ദ്രോഹികളൊക്കെ ഉള്ളൊരു വഴിയാണെങ്കിൽ ആ വഴി നമുക്ക് നിർഭയമല്ല. അതുകൊണ്ട് അതും ഉണ്ടായിരിക്കണം. നാലാമത്തത് ഈ പോകുന്ന ആൾക്ക് വെള്ളവും ഭക്ഷണവും ഉണ്ടായിരിക്കണം. പോകുന്ന വഴികളിലെല്ലാം അത് കിട്ടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇനി ആ വെള്ളമുണ്ട്, പക്ഷെങ്കിൽ ഭക്ഷണവും ഉണ്ട്, പക്ഷെ അത് മേടിക്കാനുള്ള സാധാരണഗതിയിൽ ഇസ്രാഫ് വരാത്ത രീതിയിലുള്ള കാശ് ഉണ്ടായിരിക്കണം എന്നതും അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. അഞ്ചാമത്തത് ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മഹറമോ പെണ്ണിന്റെ കൂടെ പോകണം. ഒരു പെണ്ണ് ഹജ്ജിന് പോകുമ്പോൾ പെണ്ണിന്റെ കൂടെ വേണ്ടത് ആരാണ്? മഹറം ഉണ്ടായിരിക്കണം. അതായത് മക്കളോ ആങ്ങളെയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ വാപ്പയോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കൽ അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. അതും ഇപ്പൊ ആരുമില്ലെങ്കിൽ ആ ഇസ്തിത്താഅത്തിന്റെ പുറത്താവുന്നതാണ്. പിന്നെ അവിടെ മസ്അലകൾ വന്നിട്ടുണ്ട്. 10-20 പെണ്ണുങ്ങൾ ആണിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മഹ്റമിന്റെ സ്ഥാനത്തേക്ക് വരുന്നവർ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കപ്പെടുമെന്നാണ്. എങ്കിലും അതൊക്കെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഒന്നാം നമ്പർ എന്ന് തന്നെയാണ് മഹ്റം ഉണ്ടായിരിക്കുക എന്ന് തന്നെയാണ്. അതില്ലാതെ പോകുമ്പോഴേക്കും പോയവർക്കും അതിന്റെ വിഷമം മനസ്സിലാക്കാനും കഴിയും. അപ്പൊ അത് തന്നെ വേണം, ഭാര്യയോ അല്ലെങ്കിൽ മഹ്റമോ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ്. അതേ സമയത്ത് ഈ 10-20-100-200 പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരു പെണ്ണ് പോകുമ്പോൾ അത് ശരിയാകാം എന്ന് മസ്അല ഉണ്ടെങ്കിലും അവിടെയും ചിലപ്പോഴൊക്കെ ഈ രേഖ ശരിയാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള അന്യ പുരുഷന്മാരെ സഹോദരനോ മറ്റോ ആയിട്ട് ഗണിക്കുന്ന ഒരു രീതി ചിലപ്പോൾ സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപകടമാണ്. കാരണം നമ്മൾ ഒരു ഹലാലായ ഒരു നല്ല ഒരു ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഒരു വഞ്ചനയുടെ ഒരു ഭാഗം ഉണ്ടാവാൻ പാടില്ല. അപ്പോ ഇനിയിപ്പോ മക്കളില്ല അല്ലെങ്കിൽ മഹ്റം ഇല്ലാത്തൊരു പെണ്ണ്, ആ പെണ്ണിന് ഹജ്ജ് ചെയ്യണ്ടേ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോകാൻ പറ്റും. അവിടെയും ഇങ്ങനെ മഹ്റം അല്ലാത്തവർ ഇങ്ങനെ ആക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിട്ട് അതുപോലെയാണ് നാം ചെയ്യേണ്ടത്. ഇനി ഒരു വാഹനമുണ്ട്, പക്ഷെ ആ വാഹനത്തിൽ ഇവരിരുന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ ചുറ്റുപാട് എന്തായാലും പോകേണ്ടില്ല. ഇപ്പൊ ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റിൽ നല്ല തണുപ്പുണ്ടാവും. ആ തണുപ്പ് തീരെ കൊള്ളാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ പോവാ? പറ്റില്ല. അപ്പൊ അതും കൂടി ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനോട് കൂടെ തന്നെ അവനക്ക് കഴിക്കാൻ പറ്റുന്ന അവനോട് ഇണങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉണ്ടായിരിക്കണം എന്നതാണ്. ഇനി അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഷർത്ത് എട്ടാമത്തായിട്ട് പറയുന്നത്, അവിടെ നടന്നുകൊണ്ടോ യാത്രത്തിലോ പോകുന്ന ആ സമയം അവനക്ക് അവിടെ എത്താൻ പറ്റുന്നൊരു ടൈം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ പോകുന്നത് ലാസ്റ്റ് ദുൽഹജ്ജ് 1 പുറപ്പെട്ടു. പക്ഷെ ആ ടൈമിൽ പുറപ്പെട്ടാൽ ഏകദേശം നമ്മുടെ നാട്ടിൽ നിന്ന് അതിനുള്ള സൗകര്യം കിട്ടാത്തൊരു ചുറ്റുപാട് വരികയാണെങ്കിൽ അവർ പോണ്ട. പക്ഷെ അതിനുള്ള സമയം കണ്ടുകൊണ്ടാണ് പോകേണ്ടത്.
പിന്നെ എന്തും കൂടി വേണമെന്നറിയോ? അവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതായത് അവനിക്ക് ഈ യാത്രയിലും അവിടെ ചെന്നിട്ട് അമലുകൾ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള റുഫഖാ, കൂട്ടുകാർ വേണം. ആരും രണ്ടും കാര്യമില്ല, റുഫഖ ആണ് വേണ്ടത്. നമ്മൾ ദുആ ചെയ്യണം വന്നിട്ടാണ് അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖന, തൗഫീഖ് നമുക്ക് റഫീഖാണ്. ഒരു ഉള്ളറിയുന്ന, ഉള്ളു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സഹോദരൻ ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിജയമാണ്. അത് പറയാൻ കഴിയണം. അവന്റെ കാര്യങ്ങൾ പങ്കുവെക്കാനും അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനും ഒക്കെ പറ്റുന്ന ഒരു റഫീഖായ ഒരു കൂട്ടുകാരുണ്ടാണ്. ഏതെങ്കിലും കൂട്ടുകാരെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ കൂട്ടുകാർ ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷേ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അവന് ഉണ്ടാവേണ്ടത് അതിലെ 10ാമത്തെ നിബന്ധനയായിട്ട് നമ്മൾ എണ്ണി പറഞ്ഞത് തന്നെയാണ്. അതിന് പറ്റുന്ന മാല് ഉണ്ടായിരിക്കണം, സമ്പത്ത് ഉണ്ടായിരിക്കണം. സമ്പത്ത് അവനുണ്ട്, പക്ഷെ അവന്റെ കയ്യിലില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ മാല്, സമ്പത്തും അവന് ഉണ്ടായിരിക്കണം എന്നത് അതിന്റെ 10ാമത്തെ നിബന്ധനയായിട്ട് ഒന്നുകൂടി എടുത്ത് ഫുഖഹാ എണ്ണി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്നുകിൽ അവന്റെ അടുക്കൽ ഉണ്ടാകുക, അതല്ലെങ്കിൽ കടമായിട്ട് ഹാലായിട്ട് നമുക്ക് കിട്ടാനുള്ളതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. പിന്നെ മറ്റൊന്ന് ലാസ്റ്റ് പറയുന്നത്, ഇപ്പൊ കാലിനോ കയ്യിനോ സുഖമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ മറ്റു വല്ല ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ കാഴ്ച ശക്തി ഇല്ലാത്ത ആളുകൾ, ഇവർക്ക് സ്വന്തം പോകാൻ കഴിയില്ല. ഇവർക്ക് കൂട്ടത്തിൽ ആരും കൂടി വേണം. അവരെ അവിടേക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അവർക്കൊരു ഒരു സഹായം അവർക്ക് വേണം. അപ്പോഴേ അവർക്ക് നിർബന്ധമാവുകയുള്ളൂ എന്നതും കൂടി മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഈ ഷർത്തുകളാണ് ഇതിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഉണ്ടായാലേ പോകല് നിബന്ധനയുള്ളൂ എന്ന് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഖുർആനും ഹദീസും അതിൽ നിന്നും ഇസ്തിഖ്റാജ് ചെയ്തുകൊണ്ട് ഫുഖഹാ നമുക്ക് നൽകിയ പാഠം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് മുസ്തത്തി ആയിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ദഹാബിനും ഇയാബിനും വരാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് പാഠം നൽകി. ഇതിനോട് കൂടെ തന്നെ പെണ്ണ് മഹറമിന്റെ കൂടെ പോകണം എന്ന് പറഞ്ഞ മസ്അല പ്രതിപാദിക്കുന്നിടത്ത് നമുക്ക് ഫിഖ്ഹ് പാഠം നൽകുന്നത്, ഇങ്ങനെ നിസ്വത്ത് ഉണ്ട്, അതായത് സിഖത്തായ 10 or 20 ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ല എന്ന് ഫിഖ്ഹ് നമുക്ക് പാഠം നൽകുന്നു. അതേപോലെ കസ്റാക്കലിന് ചുരുങ്ങിയ യാത്രയാണെങ്കിലും മഹറം വേണം. അതായത് 132 കിലോമീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിലും താഴെ ആണെങ്കിലും കൂടെ ആള് വേണം എന്നതാണ് ഫിഖ്ഹ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഇതൊക്കെ ഫർളിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു വിട്ടുവീഴ്ച തന്നിട്ടുള്ളത്. അതേസമയത്ത് സുന്നത്തിനാണെങ്കിൽ അത് ഇല്ലാതെ വലൈസ ലഹൽ ഖുറൂജു ലിതതവ്വുഇ വലൗ മഅ നിസ്വത്തിൻ കസീറത്തിൻ ഇൻ കസുറ സഫറു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യാത്ര വളരെ കുറഞ്ഞതാണെങ്കിലും കസീറായ പെണ്ണുങ്ങളോട് കൂടെ തത്തവ്വുഇന് സുന്നത്തിന് വേണ്ടി പുറപ്പെടേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. നമ്മൾ ദൂരെ വീട്ടിൽ നിന്നൊക്കെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ സംബന്ധമില്ലാതെ കുറച്ച് ദൂരെ നിൽക്കണോ മജിലിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകുന്നത് തെറ്റാണ്. കാരണം അവിടെ പെണ്ണ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നൊക്കെയുള്ള പാഠം നമുക്ക് ഈ ഇബാറത്തുകൾ കൊണ്ട് ഫുഖഹാ നമുക്ക് വലിയ 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 മസ്അലകളാണ് നമുക്ക് പഠിപ്പിക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി യാത്ര ചുരുക്കി അപ്പൊ പിന്നെ ഒരു ചോദ്യം വന്നു, ഈ പെണ്ണ് വിരൂപിയായ പെണ്ണ, അത്ര കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാ പോയിക്കൂടെ? എന്നാലും പറ്റില്ല. കാരണം അതൊക്കെ ഫുഖഹാ വീക്ഷിച്ചു വളരെ അത്ര വിശദമായിട്ട് ആ കാര്യങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പ് നമ്മൾ കേട്ടില്ലേ, വളരെ വിരൂപിയായി കുഷ്ഠരോഗം പിടിച്ച് കിടക്കുന്ന ഒരു പെണ്ണിനെ റോഡ് സൈഡിൽ നിന്നിട്ട് ഇല്ലേ അനന്തരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുത്തിയതായ വിഷയങ്ങളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പാണ് ഞാൻ ഓർക്കുന്നു, ചെറിയൊരു ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെയൊക്കെ വസ്തുത എന്നത് വളരെ വളരെ ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് ഫുഖഹാ ഈ പറഞ്ഞ ആ ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിൽ അതിനെ ശേഖരിക്കുകയും നമുക്ക് പാഠം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പെണ്ണ് അങ്ങനെയാണ് വേണ്ടത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ പോവേണ്ടുന്ന മസ്അലയാണ് ഫിഖ്ഹ് നമുക്ക് പാഠം നൽകിയത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ പെണ്ണിന്റെ മസ്അല അങ്ങനെയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഏകദേശം ഇപ്പോൾ ഇന്ന് ആ നിബന്ധനകൾ, ആ പറഞ്ഞ ഷർത്തുകൾ ആണ് മുസ്തത്തി ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ എത്തിനോട്ടം നമ്മൾ ഇന്ന് നടത്തിയിട്ടുണ്ട്. നാം ചില ഹദീസുകൾ പ്രതിപാദിച്ചുകൊണ്ട് അതിന്റെ മസ്അലപരമായ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് നാം ഇന്നലെ പറഞ്ഞത് അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ കുറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ച് ഞാൻ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ إن النبي صلى الله عليه وسلم لقي ركبا بالروحاء فقال من القوم قالوا المسلمون فقالوا من أنت قال رسول الله فرفعت إليه امرأة صبيا فقالت ألهذا حج قال نعم ولك أجر
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. ഖാൽ, ആര് പറയുന്നു? ഇബ്നു അബ്ബാസ് എന്നവർ. എന്താ പറയുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്ന നബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖിയ റക്ബൻ ബിർറൗഹാ, റൗഹാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു വാഹന സംഘത്തെ പ്രവാചകൻ കണ്ടുമുട്ടുകയാണ്. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മനിൽ ഖൗമു, ഏതാണ് ആ ഖൗമ്, ആരാണ് അവർ എന്ന് ചോദിച്ചപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, അൽ മുസ്ലിമൂൻ, അവർ മുസ്ലിങ്ങളാണ് എന്ന മറുപടി അവിടുന്ന് കിട്ടി. ഫഖാലു, അവർ ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്? ഖാൽ, പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, റസൂലുള്ളാഹി, ഖാല റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇങ്ങനെ പറഞ്ഞ ആ ഒരു രംഗം വിശദീകരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്, ഫറുഫിഅത് ഇലൈഹി ഇംറാത്തുൻ, അങ്ങനെ പ്രവാചകനിലേക്ക് ഒരു പെണ്ണ് ഇങ്ങനെ ഉയർത്തി കാണിച്ചു, ഒരു കുട്ടിയെ അങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, സ്വബിയൻ, ഒരു കുട്ടിയെ. ഫഖാലത്ത്, ആ പെണ്ണ് ചോദിച്ചു, അൽഹാദാ ഹജ്ജുൻ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഖാൽ, പ്രവാചകന്റെ മറുപടി, നഅം, യെസ്, അതെ അതെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, വലക്കി അജ്റുൻ, നിനക്ക് ആണ് അതിന്റെ പ്രതിഫലം. അപ്പൊ കുട്ടികളെ കൊണ്ട് ഹജ്ജ് ഉംറ ചെയ്യിപ്പിക്കാം, പക്ഷെ അത് ചെയ്താൽ അതിന്റെ പ്രതിഫലം ഉള്ളത് ആർക്കാണ്? അത് ചെയ്യിപ്പിച്ച രക്ഷിതാക്കൾക്കാണ് എന്ന് പ്രവാചകന്റെ മറുപടി അവിടെ നിന്ന് വന്നു. അപ്പോൾ പ്രവാചകന്റെ മറുപടി അതായിരുന്നു, അതെ, നിങ്ങൾക്ക് കൂലിയുണ്ട്. ഇത് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇതുപോലെ അപ്പോൾ ഈ ഹദീസുകളിൽ നിന്നാണ് ഇനി ഹുക്കുമുകൾ നമുക്ക് ഫുഖഹാവ് പഠിപ്പിച്ചു തരുന്നത്. ഇന്നത്തെ വിഷയം, ഇന്നത്തെ മസ്അല പ്രതിപാദിക്കുന്ന ഈ ഹദീസിന്റെ ഭാഗവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ട് തന്നെ വന്നു. അതായത് ഖാല, ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നു, ഇന്ന ഇംറാഅത മിൻ ഖസ്അമ ഖബീലയിൽപ്പെട്ട ഒരു പെണ്ണ്, ഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫരീളത്തല്ലാഹി അലാ ഇബാദി ഫിൽ ഹജ്ജ്, അല്ലാഹുവിന്റെ അടിമകളുടെ മേൽ അള്ളാഹുവിന്റെ ആ ഫരീളത്ത്, ആ നിർബന്ധമാക്കപ്പെട്ട ഹജ്ജ് ഉണ്ടല്ലോ. എന്നാൽ അദറക്കത്ത് അബി ഷെയ്ഖൻ കബീറ, എൻ്റെ വാപ്പ വലിയ പ്രായാധിക്യമുള്ള ഒരാളായിട്ടുണ്ട്. ലാ യസ്ബുത്തു അല റാഹില, വാഹനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അഫ അഹജ്ജു അൻഹു, ഞാൻ അവർ തൊട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഖാല, പ്രവാചകൻ പറഞ്ഞു, നഅം, അതെ. വദാലിക ഫി ഹജ്ജത്തുൽ വിദാ, ഇത് ഹജ്ജത്തുൽ വിദാഇലായിരുന്നു. ഒരു പെണ്ണ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ ഇങ്ങനെ പ്രായാധിക്യം ചെന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? പ്രവാചകന്റെ മറുപടി, നഅം, പറ്റുമെന്നാണ്. അപ്പൊ രണ്ട് മസ്അല ഇതിലുണ്ട്. ഇതിന്റെ വിശദീകരണ ഫുഖഹാ നമുക്ക് പഠിപ്പിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ചർച്ച ചെയ്യാം. മറ്റൊരു ഹദീസിൽ കാണാം, അത്താ റജുലുൻ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉഖ്തി, എൻ്റെ സഹോദരി, നദറത്ത് അൻ തഹജ്ജ, അവൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. വ അന്നഹാ മാതത്ത്, പക്ഷെ എന്തായി, അത് ചെയ്യുന്നതിന് മുമ്പ് അവൾ മരിച്ചു പോയിട്ടുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി അവിടുന്ന് പറഞ്ഞു, ലൗ കാന അലൈഹാ ദൈനുൻ, അവൾക്ക് കടമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കടം കൊടുത്ത് വിട്ടാനുണ്ടെങ്കിൽ, ഇവിടെ മനസ്സിലാക്കണം, കടമുണ്ടെങ്കിൽ ആ കടം വിട്ടിട്ട് മാത്രമേ നമ്മുടെ അനന്തരാവകാശത്തിലുള്ള സ്വത്തിലേക്ക് വരെ നമ്മൾ വിഹിതം വെക്കാൻ ഇറങ്ങാൻ പറ്റൂ എന്നതാണ്. ആ കുന്ത കാളിയത്തൻ, ആ കടം നിനക്ക് വീട്ടാൻ കഴിയുമോ? കാലന, ഞാൻ വീട്ടിക്കൊള്ളാം. എന്നാൽ കാല എന്നാ പിന്നെ എന്ത് ചെയ്തോ, അള്ളാഹുവിന്റെ കടം വീട്ടിക്കോ. ഫഹുവ അഹഖു ബിൽ ഖളാ, അതാണ് ഖളാ കൊണ്ട് ഏറ്റവും അടുത്തത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പോൾ ആ കടം വീട്ടാൻ നീ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? ആ അള്ളാഹുവിന്റെ മേൽ കടമയാക്കപ്പെട്ടിട്ടുള്ള ഹജ്ജ് അത് നീ ചെയ്തോ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. നോക്കൂ, ഇതാണ്. അപ്പോൾ പ്രായാധിക്യം ചെന്ന ആളുകൾ, അതുപോലെ തന്നെ നേർച്ചയാക്കിയിട്ട് മരിച്ച ആളുകൾ, അതുപോലെ കുട്ടികൾ, ഇവർക്കൊക്കെ ഹജ്ജ് ബാധകമല്ലെങ്കിലും അവരുടെ ഹജ്ജ് സ്വീകാര്യമാണ്. അതിന്റെ പ്രതിഫലം അതിന്റെ രക്ഷിതാക്കൾക്ക് കിട്ടുമെന്നും മറ്റും വിവരണങ്ങൾ നമുക്ക് ഹദീസ് പാഠം നൽകി. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസിന്റെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മസ്അല എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. മഹത്തുക്കളായ ഫുഖഹാ ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമുക്ക് മസ്അല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതിന്റെ മസ്അലയുടെ വിഷയം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഹജ്ജ് ചെയ്യൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യൽ നമ്മുടെ മേൽ കടമയാണ്. അത് തന്നെ കിതാബിന്റെ ഇബാറത്തുകൾ ബി തറാഖിൻ, പിന്തിപ്പിച്ചുകൊണ്ടെന്നാണ്. അതായത് വളരെ ചെറുപ്പത്തിൽ ചെയ്യണം എന്നല്ല, എല്ലാ പക്വതയും പാകതയും ഒക്കെ വന്ന് എല്ലാത്തിനും ഒരു ക്ലിയർ കിട്ടി
അങ്ങനെയൊക്കെ എല്ലാ ബാധ്യതകളൊക്കെ വീടി അപ്പോഴാവുമ്പോൾ ആ ഹജ്ജ് ചെയ്താൽ ഖയോമ വലത്ത ഉമ്മ പ്രസവിച്ച പോലെയായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് അള്ളാഹുവിൻ്റെ ലിഖായിലേക്ക് എത്തിച്ചേരാൻ കഴിയും, സ്വർഗ്ഗലോകത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയാണ്. അപ്പോൾ എളുപ്പത്തിലല്ല എന്നാണ്. പക്ഷേ തഖീർ അനുവദനീയമാണ്. പക്ഷെ തഖീർ അങ്ങനെ പിന്തിപ്പിക്കുമ്പോൾ എന്ത് വേണം? ഞാൻ ഇത് വരും സമയത്ത് ചെയ്യും എന്നുള്ള ഉറപ്പ് വെച്ചുകൊണ്ട് പിന്തിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പിന്തിപ്പിക്കാനും പാടില്ല എന്ന് മസ്അല നമ്മെ ഫുഖഹാവ് പഠിപ്പിക്കുന്നുണ്ട്. ഇനി അവന്റെ പേരിൽ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ഹജ്ജിനെ നേർച്ചയാക്കിക്കൊണ്ട് അവൻ ഒരു അസ്മ ചെയ്യുന്നതിനോടും പിന്നെ വലിയ താല്പര്യം നമുക്ക് തന്നിട്ടില്ല. അതാണ് മസ്അല പറയുന്നത്. അതായത് ഓൻ്റെ മേൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അത് വരാൻ പാടില്ല. അതായത് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, അതായത് ഹജ്ജിന് കഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഒരിക്കൽ പോലും ആ ഹജ്ജിനെ നീട്ടിക്കൊണ്ടുപോയി അവൻ അതിനെ പിന്തിപ്പിക്കുന്നത് ശരിയല്ല എന്നതാണ്. അതേ സമയത്ത് നാം ചെയ്യേണ്ടുന്നത് കുറച്ച് പിന്തിച്ചിട്ടാണ്, വലിയ ചെറുപ്രായത്തിലല്ല എന്ന പ്രത്യേകത നമുക്ക് ഫുഖാവ് പഠിപ്പിച്ചു തന്നു. അതിന്റെ കാരണം നമ്മളുടെ ആ വഴികളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വളരെ സുന്ദരമായി വളരെ നല്ല ലെവലിലായിട്ട് ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ടുള്ള ഹജ്ജിന് നാം പോവുക എന്നുള്ളതാണ്. അതേ സമയത്ത് അതിനുള്ള കഴിവും സാഹചര്യവും അതിനുള്ള കാശും എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം പിന്തിപ്പിക്കൽ നമ്മുടെ മേൽ തെറ്റുമാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് അതിലുള്ളത്. അതുപോലെ തന്നെ കഴിവുള്ള ആൾക്ക് 5 വർഷം കൂടുമ്പോൾ ഹജ്ജ് ചെയ്യൽ ഉത്തമമാണ് എന്ന ഒരു മസ്അലയും നമ്മുടെ ഫിഖ്ഹ് പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഒരു ഹദീസ് തെളിവായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് ഇന്ന അബ്ദൻ സഹത്ത് ലഹു ജിസ്മുഹു വവസഅത അലൈഹി ഫിൽ മഈശത്തി തംദി അലൈഹി 5 അഅവാമി വലാ യഫിദ് അലയ്യ ലി മഹ്റൂമിൻ വഫീഹി അന്ന ഹാദാ ലിഖബർ അന്ന ഹാദൽ ഖബറ ലാ യദുല്ലു അലാ വുജൂബി കുല്ല 5 അഅവാമ യദുല്ലു അലാ തഅക്കുദി തലബിഹി. അതായത് ഫുഖഹാ മത്നിൽ ഇങ്ങനെ ഒരു ആശയം വിവരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഷറഹിൽ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ബേസിക് പറഞ്ഞു തരുന്നത്, അതിന്റെ ഉദ്ദേശം എല്ലാ 5 വർഷവും ചെയ്യണം എന്നല്ല, മറിച്ച് 5 വർഷം ഇങ്ങനെ കഴിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്തിപ്പിക്കാതെ ഉടനെ തന്നെ അതിനെ ഖളാ ചെയ്യാതെ വേഗത്തിൽ അതിലേക്ക് അടുത്തു വരലാണ് ചെയ്യേണ്ടത് എന്നതിലേക്ക് ശക്തി നൽകുന്ന ഹദീസാണ് എന്ന് ആ ഹദീസിന്റെ വിശദീകരണം പിന്നെ ഫുഖഹാ ഷറൂഹൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ ആനത്ത് താലിബിൽ അത് കാണാനും സാധിക്കും. ഇനി ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട് കഴിഞ്ഞ ആൾക്ക് പകരമാക്കാൻ പറ്റുമോ ഹജ്ജ് എന്നാണ്. അതും അനുവദനീയമാണ്. അതിനെക്കുറിച്ച് ഒരു ഫർഉൻ എന്ന് ഇട്ടിട്ട് തന്നെ നമ്മുടെ ഫുഖഹാ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. തജിബു ഇനാബത്തുൻ അൻ മയ്യിത്തിൻ അലൈഹി നുസ്കുൻ മിൻ തരിക്കത്തിഹി കമാ തുഖ്ളാ മിൻഹു ദുയൂനുഹു. അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് ആദ്യമായിട്ട് വിനിയോഗിക്കപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ തജ്ഹീസിന് മുമ്പ് അദ്ദേഹത്തിന്റെ കടം വീട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കടം വീട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ തരിക്കത്തിൽ നിന്നും അദ്ദേഹത്തിന് ഹജ്ജ് വുജൂബായിട്ടുണ്ട് എങ്കിൽ ആ ഹജ്ജ് ചെയ്യിപ്പിക്കൽ അവരുടെ മേൽ നിർബന്ധമാണ്. അതിന് വേണ്ടപ്പെട്ട ആളുകളെ ഉത്തരവാദിത്തപ്പെടുത്തുകയും വേണം. അതിന് വേണ്ടപ്പെട്ട ആളുകളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് അവർ ഹജ്ജ് ചെയ്യാനുള്ള ഒരുക്കം അതിന് ചെയ്യണം, അതിന് നീക്കി വെക്കുകയും വേണം അവന്റെ തരീക്കത്ത്. ഇനി ഈ ആൾക്ക്, ഈ മരണപ്പെട്ട ആളുടെ മേൽ ഹജ്ജിന് വുജൂബായ സാഹചര്യം വന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഒഴിച്ചിട്ട് അദ്ദേഹത്തിന് ബാക്കിയുള്ള സ്വത്ത് ഇല്ലാതെ പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ വാരിസ്യങ്ങൾക്ക്, മക്കൾക്ക്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് അയ്യഫഅലഹു അൻഹു എന്നാണ്, അവർ തൊട്ടത് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇനി മറ്റൊരാൾ ചെയ്താലോ അതും അനുവദനീയമാണ്. അനന്തരാവകാശികളിൽ പെടാത്ത മറ്റൊരാൾ അങ്ങനെ ചെയ്താലും തെറ്റില്ല. ഇനി മറ്റൊരാളെ ഈ കാശ് കൊടുത്തുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തി ചെയ്യിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ നമുക്ക് എന്ത് വേണ്ട, അവരുടെ സമ്മതം വേണം എന്നുമില്ല. സമ്മതം വാപ്പ മരണിക്കുന്നതിന് മുമ്പ് തന്നെ സമ്മതം തരണോ തരണ്ടയോ? സമ്മതം തരേണ്ട ആവശ്യവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പാഠം നൽകുന്നുണ്ട്. ഇനി ഒരാൾക്ക് പിന്നെ ശരീരത്തിന് അവശത വന്നു, അതായത് പിന്നെ വാതരോഗം അല്ലെങ്കിൽ ശിഫ പ്രതീക്ഷയില്ലാത്ത രോഗിയായി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഹയാത്തിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മേലുള്ള ഹജ്ജ് ചെയ്യൽ
പിന്നെ ബാധ്യതയുണ്ടോ അവിടെയും അദ്ദേഹത്തിന് ഉജ്റത്ത് മിസ്ലി എന്നാണ് സാധാരണഗതിയിലുള്ള ചെലവ്. അതായത് കൂടുതൽ ഒരാൾ ഞാൻ ഹജ്ജ് ഇങ്ങനെ പോയിട്ട് ചെയ്യണമെങ്കിൽ ഇത്ര കൂടുതൽ തരണം എന്ന ഒരു പിന്നെ ആശയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കേണ്ടതില്ല. മറിച്ച് സാധാരണഗതിയിലുള്ള ആ ഒരു പിന്നെ ആ വില, ആ ചാർജ് അത് മനസ്സിലാക്കിയിട്ട് അത് അടിസ്ഥാനത്തിലുള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ അയാളെ അതിന് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കൽ വുജൂബാണ്, നിർബന്ധമാണ്, ചെയ്യിപ്പിക്കണം എന്നതാണ്. ആ രോഗം കൊണ്ടോ അത് സമാനമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഹജ്ജിൽ നിന്ന് ഒഴിവില്ല എന്നർത്ഥം. അപ്പോൾ ആ വാട നമ്മൾ അതിനെ ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് അന്നത്തെ ഹജ്ജിനുള്ള ചാർജ് എത്രയാണെങ്കിൽ ആ ചാർജ് കൊടുക്കുക, അതിന്റെ കൂടുതൽ വേണ്ട, അതാണ്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടാണ്. പക്ഷെ അപ്പോഴും അവിടെ നോക്കണം, മറ്റുള്ള സ്ഥലം മരണപ്പെട്ട ആളെ പോലെയല്ല, ഇയാൾ ഹൈ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഭക്ഷണത്തിനും മരുന്നിനും ഉള്ള തുക ഇവിടെ വേണം. അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കുള്ളതും ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ അത് ബാക്കി വെച്ചുകൊണ്ടാണ് അവര് ഇതിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഫിഖ്ഹ് പാഠം നൽകുന്നുണ്ട്. ഇനി ഈ രോഗിയാണ്, അല്ലെങ്കിൽ പിന്നെ ശരീരത്തിന് അവശത അനുഭവപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഷിഫ പ്രതീക്ഷയില്ലാത്ത ഒരു രോഗിയാണ്. ഈ രോഗിയുടെ സമ്മതമില്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ പാടില്ല. വളരെ കറക്റ്റാണ്. അയാൾ ഇതിന് കൊടുക്കണം, എൻ്റെ ഹജ്ജ് ചെയ്യണം കേട്ടോ എന്ന് അയാളെ ഉത്തരവാദിത്തപ്പെടുത്തിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഫുഖഹാ ഇബാറത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ ഇബാറത്ത് ഞാനൊന്ന് വായിക്കാം. വലാ യസിഹു അൻ യഹജ്ജ അൻ മഅ്ലൂബിൻ ബിഗൈരി ഇദ്നിഹി ലഅന്നൽ ഹജ്ജ്, കാരണം എന്താണ്? മഅ്ലൂബ് എന്നാൽ അവശതയുള്ള ആള്, അവരുടെ മേൽ ഹജ്ജ് സഹിയാവുകയില്ല. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് നെയ്യത്തിലേക്ക് ആവശ്യമായതാണ്. മഅ്ലൂബ് എന്ന് പറഞ്ഞ ആള്, അതായത് അദ്ദേഹത്തിന് ശരീരത്തിന് അവശതയുണ്ട്, കുഴവാദം പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രോഗിയാണ്. പക്ഷെ എങ്ങനെയാണെങ്കിലും അഹ്ലുല്ല, ആ നെയ്യത്തിന് അഹ്ലാണ്, അത് മനസ്സിൽ കരുതിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഇതിനോട് കൂടെയുള്ളൂ, അതായത് ഹജ്ജ് ചെയ്യാനും അദ്ദേഹം അതിന് വലിൽ ഇതിന് സമ്മതത്തിനും അദ്ദേഹം അഹ്ലാണ്, സമ്മതം കൊടുക്കാമെന്നാണെന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ ഇതിന് രണ്ടിനും ഇദ്ദേഹം അർഹനായ കാരണം കൊണ്ട് അവിടെ ആ ആ സമ്മതം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നതാണ്. ഇനി നമ്മൾ ഇന്നത്തെ ഹദീസിൽ പഠിച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ? കുട്ടികൾക്ക് ചെയ്യാം, ബട്ട് എന്താണുള്ളത്? കുട്ടികൾക്കുള്ള കൂലി രക്ഷിതാക്കൾക്കാണ് എന്ന്. അതുപോലെ തന്നെ ഹദീസിൽ നമ്മൾ പഠിച്ചു, പിന്നെ പ്രായാധിക്യം ചെന്ന പിതാവിന് ഹജ്ജ് ഉണ്ടോ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് സമ്മതവും കൊടുത്തു എന്നുണ്ടല്ലേ. ഇനി ഒരാൾ മരണപ്പെട്ടു, നേർച്ചയാക്കിയതിന്റെ പേരിലുണ്ടോ? അതും കൊടുത്തു. അപ്പൊ അതാണ് ഈ ഫുഖഹാ ആ ഹദീസിന്റെ നിന്നും ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള മസ്അലയാണ് ഫുഖഹാ നമുക്കിപ്പോൾ പാടുന്നിരിക്കുന്നത്. അപ്പൊ രണ്ടും വളരെ മേച്ചായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫുഖഹാന്റെ അഭിപ്രായം ഹദീസിനോട് യോജിച്ചുകൊണ്ടും ഹദീസിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്തുന്നു എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. ഇന്ന് വെള്ളിയാഴ്ചയുമായതുകൊണ്ട് കൂടുതൽ ടൈം നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇതിന്റെ അഡ്മിൻ ഡെസ്ക് കൈകാര്യം ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഇതിനെ ക്ലിപ്പ് ഉണ്ടാക്കാനും മറ്റേതിനൊക്കെ സമയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അതിൽ ഇപ്പോൾ എബൌട്ട് ഇസ്ലാമിൽ ഇതിനെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അണിയറ ശില്പികളുണ്ട്. അതിൽ സഈദ് റഷീദ് മുനമ്പം, അതുപോലെ തന്നെ മാമു വയനാട് പോലുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സ്വാൽ വൽ ജവാബ് എന്ന ഗ്രൂപ്പിൽ റസാഖ് എന്ന് പറഞ്ഞ ഒരു മാന്യ സഹോദരൻ, അതുപോലെ തന്നെ അമീർ സാഹിബ്, അതുപോലെ തന്നെ സജീർ, ഇവരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസ് ഗ്രൂപ്പിലും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വനിതകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇതൊരു ഖൈറായ അമലാക്കി നമ്മളിൽ എല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ എല്ലാവരും ഇതൊരു ഖൈറായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കൂട്ടമായി ദുആ ചെയ്യാം. നമുക്കെല്ലാവർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ, ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.